നീ ജീവൻ കൊടുപ്പിക്കാതെ ഇല്ലല്ല നീ ജീവൻ കൊടുപ്പിച്ചതാണ് ആ പുള്ളിക്ക്. നീ മറ്റേ ചുട്ട കോയിനെ പഠിപ്പിക്കുന്ന ആളല്ലേ? നീ ചുട്ട കോയിനെ പഠിപ്പിക്കുന്ന ആളല്ലടാ. നീ ആ പുള്ളിക്ക് ജീവൻ താട്ടി. ഞങ്ങൾ തന്നെ പറഞ്ഞുവിട്ടേക്കാം. ആളെ വേണ്ടത്ര പരിചയമില്ലാത്തവർക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ചെറിയൊരു മന്ത്രവാദവും കുറച്ച് ആൾക്കാർക്ക് ക്ലാസ് ഒക്കെ എടുത്തിട്ട് യൂട്യൂബിലിടങ്ങാണ്ട് പോണേ സംഭവം അങ്ങനല്ല. മൂപ്പരാള് ഇപ്പൊ അറിഞ്ഞല്ലോ, അസ്മ എന്നൊരു ഭാര്യയും. മൂപ്പരാളെ പേര് എന്താണ്, സിറാജുദ്ദീൻ ജാസിമി. അറിയാത്തവരാരും ഉണ്ടാവില്ല, അതുകൊണ്ടപ്പോ ഞാൻ ചോദിച്ചത്. അപ്പൊ മൂപ്പരാള് ഇതേമാതിരി യൂട്യൂബിലൂടെ പ്രസംഗവും വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോ 5ാമത്തെ പ്രസവത്തില് വീട്ടിൽ വെച്ചിട്ടാണ് ഭാര്യ പ്രസവിച്ചത്. മൂപ്പരാള് പ്രസവിപ്പിച്ചെന്ന് പറയാം. കാരണം മൂപ്പരാൾക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി പ്രസവിപ്പിക്കണമെന്നും മൂപ്പരാൾക്ക് ഇഷ്ടമല്ലല്ലോ. അപ്പോ 4ഉം 3ഒക്കെ പ്രസവം വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു ഇത്ര. അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. 1ഉം 2ഉം പ്രസവം ആശുപത്രി വെച്ചായിരുന്നു. അപ്പൊ അത് മൂപ്പരാൾക്ക് തീരെ തൃപ്തിയല്ലായിരുന്നു അല്ല. അപ്പൊ അങ്ങനെ 5ാമത്തെ പ്രസവത്തില് വീട്ടിൽ വെച്ചിട്ട് പ്രസവിച്ച് വളരെ ദുരിതം അനുഭവിച്ച് ആ ഒരു ഭാര്യ മരിച്ചു. അപ്പൊ മൂപ്പരാളിപ്പോ വലിയ എന്താ പറയാ മന്ത്രവാദങ്ങളും മറ്റുള്ളവർക്ക് ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. 3 മണിക്കൂറോളാണ് ആ ഒരു ഭാര്യ കഠിനമായ പ്രസവവേദന അനുഭവിച്ചത്. അപ്പൊ ആ ഒരു 3 മണിക്കൂറിൽ അതായത് ആ എത്രത്തോളം തളർന്നിരിക്കുന്ന ആ ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് ആശുപത്രിയിൽ എത്തിക്കുകയാണെങ്കിൽ ആ മക്കൾ അനാഥരാവില്ലേ? ബാക്കി 4 മക്കളുണ്ടല്ലോ, അനാഥരാവില്ലേ? മൂപ്പരാണെങ്കിപ്പോ വേറെ പോയി കിട്ടും. അതെന്തായാലും ഇപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത് പോയി കിട്ടും. പക്ഷെ ആ മക്കൾക്കാണ് ഏറ്റവും വലിയ നഷ്ടമാവുക. കാരണം വെച്ചാല് പെറ്റുമ്മയേക്കാൾ മറ്റാരും പകരമാവില്ല. മൂപ്പരാള് റമളാൻ മാസത്തിന്റെ മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു, അത് ജസ്റ്റ് നോക്കാം. ഒരുപാട് ആളുകൾ ബന്ധപ്പെട്ടെങ്കിലും നമുക്ക് എല്ലായിടത്തേക്കും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പ്രാവശ്യം ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും മടവൂർ കാഫിലയോടൊപ്പം നിൽക്കണം. മടവൂർ കാഫില മൂപ്പരാളെ ചാനലിന്റെ പേരാണ് മടവൂർ കാഫില. അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉള്ള ഈ ഇങ്ങനെ ഇതേപോലത്തെ പുസ്തകന്മാര് കാരണം മറ്റുള്ളവർക്ക് പറഞ്ഞ് ചിരിക്കാനും ആക്ഷേപിക്കാനൊക്കെ എന്താ പറയുക കാരണമാവുകയാണ്. കാരണം എന്താ വെച്ചാല് ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഒരു BJP പ്രവർത്തകനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുസ്ലിമുകള് കുട്ടികളെ ജനിപ്പിച്ച് ഉണ്ടാക്കുകയാണ്, ജനസംഖ്യ വർദ്ധിപ്പിക്കാന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലുള്ളവർക്കൊക്കെ കളിയാക്കി ചിരിക്കാനും ചെയ്യാനൊക്കെ ഇതിപ്പോ ഇങ്ങനെ ഒരു ദുരവസ്ഥയും കൂടെ ഉണ്ടാക്കി കൊടുത്തു. സ്നേഹിക്കുന്ന കുടുംബങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പാവങ്ങളെ സഹായിക്കാം. അതിന് മടവൂർ കാഫിലയോടൊപ്പം നിൽക്കാം. ഗൂഗിൾ പേ നമ്പർ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഈ വീഡിയോയിൽ കൂട്ടുന്നുണ്ട്. കഴിയുന്നവരൊക്കെ സഹായിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആ ഇൽമ നോക്കിയാണ് നിങ്ങള്, ആ ഇൽമിന്റെ പകുതി കോമൺ സെൻസ് അത്രയും ദുരിതം അനുഭവിക്കുമ്പോ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ആശുപത്രിക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ജീവൻ രക്ഷപ്പെടില്ല. എന്തായാലും ഇൽമ നോക്കാണ് നിങ്ങള്, പാവങ്ങളെ സഹായിക്കണല്ലോ. ഇസ്ലാമിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? താൻ വസ്ത്രം ധരിക്കുമ്പോൾ ഭാര്യയെ കൂടി വസ്ത്രം ധരിപ്പിക്കണം. അതായത് നമ്മൾ പുതിയ വസ്ത്രം എടുക്കുമ്പോൾ അതേപോലെ തന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സന്തോഷം കണ്ടെത്തുന്നു അതിലൊക്കെ അവർക്കും കൂടി ഒരു പങ്ക് കൊടുക്കണം എന്നാണ്. എന്നിട്ട് ആക്ക് വലിയ ഇത് പറയുന്ന മൂപ്പരാപ്പോ ഇങ്ങനൊക്കെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ കുറെ കമന്റ്സിലുണ്ടായിരുന്നു, ആശുപത്രിയിൽ എത്തിച്ചാലും മരിക്കുന്നുണ്ടല്ലോ ഡോക്ടർമാരുടെ പിഴവ് കാരണമൊക്കെ ആയിരിക്കാം. പക്ഷെ ഇത്രയും ദുരിതം അനുഭവിച്ചിട്ട് വേദനയും കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ട് വളരെ എന്താ പറയാ വേദനാജനകമായിട്ട് മരിക്കുന്നത് ഇങ്ങനെ തന്നെ. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ സെഡേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു പരിധി വരെ വേദന കുറക്കാൻ കഴിയും. ആരെന്താ പറയാ ആ സ്റ്റേജിൽ ഒരു ആത്മവിശ്വാസം എങ്കിലും ഉണ്ടാവും. ഇതിപ്പോ എന്താണ്, അതൊന്നും കൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ആശുപത്രിയിൽ എത്തിച്ചാൽ മരിക്കൂല എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി.